ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ഹോം മൈ ഹെവൻ. ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ. സാധാരണ നമുക്ക് ഈവനിങ്സൊക്കെ നമ്മൾ അമ്മമാരെ സംബന്ധിച്ച് ഒരുപാട് ബിസി ആയിട്ടുള്ളൊരു സമയമാണ് അല്ലേ. നെക്സ്റ്റ് ഡേക്കുള്ള പ്രിപ്പറേഷൻസ്, മക്കളുടെ പഠിത്തം, ഡിന്നറിനുള്ള പ്രിപ്പറേഷൻസ്, അങ്ങനെയൊക്കെ ഒരുപാട് തിരക്ക് പിടിച്ചൊരു സമയമായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഫ്രൈഡേ ഈവനിങ് എന്ന് പറയുന്നത് ശരിക്കും കുറച്ചൊരു കാമായിട്ടുള്ള, അല്ലെങ്കിൽ ഒട്ടും റഷില്ലാത്തൊരു ഈവനിങ് ആണ് കേട്ടോ. മിക്ക അമ്മമാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം നെക്സ്റ്റ് 2 ദിവസം നമുക്ക് സ്കൂളും ഓഫീസും ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഈവനിങ്. അപ്പോൾ അതേ ഈവനിങ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടീ ഒക്കെ കുടിച്ചിട്ട് തന്നെയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ സന്ധ്യയ്ക്കുള്ള വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഒട്ടും തിരക്കും ധൃതിയൊന്നും ഇല്ലാണ്ടാണ് നമ്മുടെ ബാക്കി കുക്കിങ്ങിലേക്കൊക്കെ കിടക്കാറുള്ളത്. വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് തന്നെ ഡിന്നറിന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട്, എന്തെങ്കിലും ഈസി ആയിട്ടും എന്നാൽ സ്പെഷ്യലായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഐറ്റമൊക്കെയാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കുറുമയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി കൂടി ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യും. കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് പട്ടയും ഗ്രാമ്പും അതുപോലെ തന്നെ 2-3 ഏലക്കായയും കൂടി ഇട്ടു. അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചി കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഈ ഇഞ്ചി ഒന്ന് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ച സവാളയും കൂടെ ഒന്ന് ചേർക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇത് സവാളയൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടെ ചേർക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഫ്രഷായിട്ട് പൊടിച്ചതാണെങ്കിൽ ഏറെ നന്നായി. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഈ സമയത്ത് നമ്മളിതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അതിനുശേഷം കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുക. ഈ ചിക്കൻ ഏതാണ്ട് ഒരു പകുതി വേവാവുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് പൊട്ടറ്റോ കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഓപ്ഷണലാണ്, നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർത്താൽ മതി. ഈ പൊട്ടറ്റോ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ചൂടുവെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഏതാണ്ട് നമ്മുടെ പൊട്ടറ്റോയും ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയും ഒരു 3-4 കാഷ്യൂവും കൂടെ അരച്ചതാണ് കേട്ടോ ഇപ്പോൾ ചേർത്തത്. അതും കൂടെ ചേർത്ത് കുറച്ച് ചൂടുവെള്ളവും ചേർത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഈ സമയത്ത് ഞാനിതിലേക്ക് ഒരു ചെറിയ സ്പൂണ് തൈര് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. തൈര് ചേർക്കാൻ ഇഷ്ടമില്ല എന്നുള്ളവർക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇതിൽ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഗരം മസാലയാണ് ഏറ്റവും ലാസ്റ്റ് നമ്മളിതിൽ ചേർക്കുന്നത്. അതിനുശേഷം നന്നായി ഇളക്കിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് കുറച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ വെളിച്ചെണ്ണയിൽ നന്നായി വഴറ്റിയിട്ട് ഇതിലേക്ക് ചേർത്ത് വയ്ക്കണം. അതോടെ നമ്മുടെ ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കൊണ്ട് തന്നെ നമ്മളിന്ന് ചിക്കൻ്റെ വേറൊരു ഡ്രൈ ഐറ്റം കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ പെപ്പർ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതും വളരെ സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ സവാളയും എല്ലാം കൂടെ ചേർത്ത് പച്ചമുളകും എല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഈ ഉള്ളിയൊക്കെ അത്യാവശ്യം നന്നായി ഒന്ന് വഴറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മൾ ഉപ്പും ചിക്കനും കുരുമുളക് പൊടിയും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിൽ നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഗരം മസാല മാത്രമാണ് കേട്ടോ.
അല്ലാണ്ട് ചിക്കൻ മസാല അങ്ങനെയൊന്നും യൂസ് ചെയ്യുന്നില്ല. ഈ ഗരം മസാലയൊക്കെ ചേർത്തിട്ട് നമ്മൾ നന്നായി ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായി റോസ്റ്റ് ചെയ്ത് എടുക്കുകയാണ്. ഇതിൽ പ്രത്യേകത നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കാം. അതിനുശേഷം നമ്മൾ ഫ്രഷായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള പെപ്പർ പൗഡറും കൂടെ ചേർക്കുകയാണ്. ഇനി ഇത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായി കുക്ക് ചെയ്തെടുക്കുക. എത്രത്തോളം റോസ്റ്റ് ചെയ്തെടുക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് ഏതൊരു പരുവത്തിലാണ് വേണ്ടത് വെച്ചാൽ അത്ര സമയം നമ്മളിത് ലോ ഫ്ലെയിമിലിട്ട് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് ചെയ്യുമ്പോൾ ഈ കഷ്ണങ്ങൾ ഉടഞ്ഞു പോവാണ്ട് നോക്കണം കേട്ടോ. അത്യാവശ്യം കുക്ക്ഡായ ചിക്കനായ കാരണം ഉടഞ്ഞു പോവാതെ നോക്കണം. ചെറുതായി ഇങ്ങനെ ഇളക്കി കൊടുത്ത് അടി പിടിക്കാതെ ഇളക്കി നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഏതാണ്ട് ഈ ഒരു പരുവത്തിൽ ഇത് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ അതിലേക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണയും കൂടെ തുളിച്ചിട്ട് മാറ്റി വയ്ക്കും. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റം. ഇതിനൊപ്പം കഴിക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഇന്ന് വെള്ളപ്പാണ് കേട്ടോ. വെള്ളപ്പം ബാറ്റർ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതായിരുന്നു. അപ്പോൾ വെള്ളപ്പാണ് അതിലേക്ക് ഉണ്ടാക്കുന്നത്. നമുക്കറിയാം വീക്കെൻഡ്സിൽ എല്ലാവരും വീട്ടിലുള്ള സമയത്താണല്ലേ നമ്മൾ ഡിന്നറും ലഞ്ചും ഒക്കെ നമ്മുടെ ഫാമിലിയുടെ കൂടെയൊക്കെ ഇരുന്ന് നല്ല റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന സമയങ്ങൾ. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു ഡിഷൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് നമുക്കും നമ്മുടെ ഫാമിലിക്കും എല്ലാവർക്കും ഒരു സന്തോഷമുള്ള കാര്യമായിരിക്കും. അപ്പോൾ അങ്ങനെ ഇത് ഡിന്നറിൻ്റെ ടൈമായിട്ടുണ്ട്. എല്ലാവരോടും ഒരുമിച്ചിരുന്ന് ഒട്ടും ധൃതിയൊന്നും ഇല്ലാണ്ട് വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ഡിന്നർ കഴിക്കാൻ പറ്റുന്ന ഒരു ദിവസം. എത്രയൊക്കെ ഫ്രീ ആയിട്ടുള്ള ദിവസമാണെങ്കിലും നമ്മൾ ഒട്ടും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണും വീടൊക്കെ ഒന്ന് ഒരു ബേസിക് ക്ലീനിങ് ഒക്കെ ചെയ്ത് വയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഞാനിത് മിക്ക ദിവസവും ഫ്രൈഡേയ്സിൽ നെക്സ്റ്റ് ഡേ മോർണിംഗിനുള്ള അതായത് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഐറ്റം കൂടെ അതിനൊപ്പം കരുതി ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ കറി ഇതാ നെക്സ്റ്റ് ഡേ മോർണിംഗിനും കൂടെ കരുതി ഉണ്ടാക്കി. അപ്പോൾ രാവിലെ ഇത്തിരി വൈകി എണീറ്റാലൊന്നും കുഴപ്പമില്ലല്ലോ. രാവിലത്തെ കാര്യം വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് റെഡിയാക്കാറുള്ളത്. അപ്പോൾ ഇതേ കിച്ചണിലെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കിച്ചണൊക്കെ ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ തിരക്ക് പിടിച്ച ജോലികളും ഡിന്നറിൻ്റെ തിരക്കും എല്ലാം കഴിഞ്ഞു. പിന്നെ ഹോളിഡേ ആണല്ലോ, നെക്സ്റ്റ് ഡേ നമുക്ക് വർക്കിംഗ് ഡേ ഒന്നും അല്ലാത്ത കാരണം തന്നെ പിന്നെ അതിന് ശേഷം നമ്മൾ ഒരു ഗ്രീൻ ടീയോ എന്തെങ്കിലുമൊക്കെ കുടിച്ച് കുറച്ച് നേരം മക്കളും എല്ലാവരുമായിട്ട് ഇരുന്ന് ടി വി ഒക്കെ കണ്ട് എന്തെങ്കിലും മൂവിയോ എന്തെങ്കിലുമൊക്കെ കണ്ട് കുറച്ച് സമയം കൂടെ സ്പെൻഡ് ചെയ്യും. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ചെയ്യുമോ എന്ന റിക്വസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.